സത്യം പറയണം കേട്ടോ. റോഡിലൂടെ ഒരു വലിയ ബെൻസ് കാറ് പോകുമ്പോൾ നിങ്ങൾ എന്താണ് ആക്ച്വലി ചിന്തിക്കാറുള്ളത്? കൊള്ളാം, അടിപൊളി കാർ എന്നാണോ? അതോ ഇവൻ ഏതോ കള്ളപ്പണം കൊണ്ട് വാങ്ങിയതാ, പാവപ്പെട്ടവൻ്റെ രക്തം ഊറ്റി കാശാക്കിയതെന്നാണോ? രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നതാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾ ഒരിക്കലും പണക്കാരനാവില്ല. കാരണം നിങ്ങൾ വെറുക്കുന്ന ഒന്നായി മാറാൻ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരിക്കലും അത് സമ്മതിക്കില്ല. എന്താണോ നിങ്ങൾ വെറുക്കുന്നത്, അത് ഉപബോധ മനസ്സ് എപ്പോഴും അത് വെറുക്കുന്ന തരത്തിലേ നിൽക്കത്തുള്ളൂ. അതൊരിക്കലും സ്വീകരിക്കുന്ന തലങ്ങളിൽ നിൽക്കത്തില്ല. ഇതിനെയാണ് മണി ഷാഡോ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ആ ഇരുട്ടിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. യെസ്, ടുഡേ വി ആർ എൻ്ററിങ് ടു ഡേ 7. ഇന്ന് നമ്മൾ 7ാമത്തെ ദിവസത്തിലേക്ക് പോകുന്നു. ചലഞ്ച് 7th ഡേ. കഴിഞ്ഞ 6 ചലഞ്ചുകളും നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും 6 ചലഞ്ചും ഞാൻ കണ്ടുവെന്നറിഞ്ഞ് മെസ്സേജ് ഇടാം. കണ്ടിട്ടില്ലെങ്കിൽ ദയവായി പോയി കാണുക. കാരണം നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് ഈ ചലഞ്ച് നിങ്ങളെ സഹായിക്കും. ഫ്രീ ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങളത് ഉൾക്കൊള്ളണമെന്നില്ല. ബട്ട് ഇറ്റ്സ് ഫ്രീ ആണെങ്കിൽ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഡേറ്റാസാണ് നിങ്ങൾക്ക് നൽകുന്നത്, ഇൻഫോർമേഷനാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക. പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ കാൾ യുങ് ആണ് ഈ ഷാഡോ വർക്ക് എന്ന ആശയം കൊണ്ടുവരുന്നത്. ആക്ച്വലി നമ്മുടെ വ്യക്തിത്വത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഭാഗമാണ് ഈ ഷാഡോ എന്ന് പറയുന്നത്. പണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ധാരാളം ഷാഡോസ് ഉണ്ട്. പണം എല്ലാം തിന്മയുടെയും വേരാണ്. അല്ലെങ്കിൽ പണക്കാർ സ്നേഹമില്ലാത്ത ആൾക്കാരാണ്, ആത്മീയവാദികളാണ്, അവർ പണം ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ഈ തരത്തിലുള്ള എല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വൈറസുകളാണ്. നിങ്ങൾ ബോധപൂർവം പണം ആഗ്രഹിക്കുന്നു, പക്ഷേ ഉപബോധപൂർവം പണത്തെ വെറുക്കുന്നു. ഈ ആക്സിലേറ്ററും ബ്രേക്കും ഒരേ സമയം ചവിട്ടുന്ന പോലെയാണ്. വണ്ടി മുന്നോട്ട് പോവില്ല. പണം വരണമെങ്കിൽ ഈ ബ്രേക്ക് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്ന ഒരു ഭാഗമാണ് അസൂയ എന്ന സൂചന. മറ്റൊരാളുടെ സമ്പത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയയോ ദേഷ്യമോ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഷാഡോ ആണ്. അസൂയ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആഗ്രഹമാണ്. എനിക്കത് വേണം എന്ന് പറയുന്നതിന് പകരം ഈഗോ അതിനെ അവൻ മോശമാണ് എന്ന് വരുത്തി തീർക്കുന്നുണ്ട്. അസൂയയെ നമുക്ക് അത് പ്രചോദനമായി മാറ്റണം. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്ക് പോകണം. മീഡിയ കണ്ടീഷനിങ് എന്നൊരു പ്രോസസ്സുണ്ട്. സിനിമകളിലും കഥകളിലും മിക്കവാറും പണക്കാർ എപ്പോഴും വില്ലന്മാരും പാവപ്പെട്ടവർ എപ്പോഴും നല്ലവരായിരിക്കും. ടൈറ്റാനിക്കിൽ പോലും പണക്കാർ ക്രൂരന്മാരായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടു വളർന്ന നമ്മുടെ മനസ്സ് പഠിച്ചു, പണക്കാരായാൽ ഞാൻ ചീത്തയാകും, അതുകൊണ്ട് പാവപ്പെട്ടവനായിരിക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ആയിട്ടുള്ള സംഭവമെന്ന്. സോ ഈ പ്രോഗ്രാം നമ്മൾ നിർത്തണം. കോൺഷ്യസ്ലി കൊടുക്കുന്ന ഒരു കാര്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. എപ്പോഴും ഓർക്കുക, ഈ പണം ഒരു ഊർജമാണ്, എനർജിയാണ്. അതിന് സ്വന്തമായി ഒരു സ്വഭാവമില്ല. ഒരു കത്തി കൊണ്ട് ആപ്പിൾ മുറിക്കാം, ഒരാളെ കുത്തുകയും ചെയ്യാം. കുറ്റം കത്തിക്കാണോ? അല്ല, ഉപയോഗിക്കുന്ന ആളിൻ്റേതാണ്. നിങ്ങൾ നല്ലവനാണെങ്കിൽ പണം വരുമ്പോൾ നിങ്ങൾ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യും. ആശുപത്രികൾ പണിയും, പാവങ്ങളെ സഹായിക്കും. നിങ്ങൾ ക്രൂരനാണെങ്കിലോ പണം വരുമ്പോൾ കൂടുതൽ ക്രൂരനാകും. പണം നിങ്ങൾ എന്താണോ അത് വലുതാക്കി കാണിക്കുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പണക്കാരനായാൽ അഹങ്കാരിയാകുമെന്ന ഭയം വേണ്ട. പണം നിങ്ങളുടെ നന്മ എന്ന ലോകത്തിന് നൽകുന്ന ഒരു ടൂളാണ് കേട്ടോ. ആ പണത്തെ സ്നേഹിക്കുക എന്നതാണ് വേണ്ടത്. അതൊരു തെറ്റല്ല. പണത്തെ ധാരാളമായി സ്നേഹിച്ചോളൂ, അത് തെറ്റല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡേ 7 പ്രാക്ടിക്കൽ ടെക്നിക്കിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ജേർണലിംഗ് ദ ഷാഡോ എന്നൊരു പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ഇതൊരു തീവ്രമായിട്ടുള്ള ഒരു വ്യായാമമാണ്. ഓക്കെ, ഒരു പേപ്പർ എടുത്ത് 2 കോളങ്ങളായിട്ട് വരയ്ക്കണം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ദ ഡാർക്ക് സൈഡ്. ഈ ഇടത്തെ കോളത്തിൽ പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും മോശ കാര്യങ്ങൾ എഴുതണം. കുട്ടിക്കാലത്ത് കേട്ട കാര്യങ്ങൾ, ഉദാഹരണം പണക്കാർ പിശുക്കന്മാരാണ്, പണം ബന്ധങ്ങളെ തകർക്കും, പണം ഉണ്ടാക്കാൻ മറ്റുള്ളവരെ പറ്റിക്കണം. ഒന്നും ഒളിപ്പിക്കാതെ എല്ലാം നിങ്ങൾ എഴുതണം. എങ്ങനെയാ? ഒന്നും ഒളിപ്പിക്കാതെ എല്ലാം നിങ്ങൾ എഴുതണം. ഇതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 2ലേക്ക് നമ്മൾ പോകുന്നു, ദ റീഫ്രെയിം എന്ന പ്രോസസ്സ്. വലത്തെ കോളത്തിൽ ഇതിന് വിപരീതമായ സത്യം എഴുതണം. ഉദാഹരണം പണം ബന്ധങ്ങളെ തകർക്കും എന്നതിന് നേരെ എഴുതാണ്ടത് പണം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തെ നന്നായി നോക്കാം, അവർക്ക് നല്ല സമ്മാനങ്ങൾ നൽകാം, ബന്ധങ്ങൾ ദൃഢമാക്കാം. സ്റ്റെപ്പ് 2 റീഫ്രെയിം നമ്മൾ ചെയ്യുകയാണ്. ഇനി സ്റ്റെപ്പ് 3 ബേൺ ഇറ്റ് എന്ന പ്രോസസ്സാണ്. എഴുതി കഴിഞ്ഞാൽ ആ ഇടത്തെ വശം കീറിയെടുത്ത്
കത്തിച്ച് കളയണം. ആ പഴയ വിശ്വാസങ്ങൾ തീയിൽ എരിഞ്ഞ് തീർന്നതായി സങ്കല്പിക്കുക. പൂർണ്ണമായി നിങ്ങളുടെ മനസ്സിൽ നിന്ന് എരിഞ്ഞ് തീർന്നതായി സങ്കല്പിക്കുക പൂർണ്ണമായിട്ട്. റൈറ്റ്? നമ്മുടെ സ്റ്റുഡൻസിൽ ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു പ്രോസസ്സ് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ ഇത് ചെയ്ത പല ആൾക്കാരുടെയും നെഞ്ചിൽ നിന്നൊരു വലിയ ഭാരം ഒഴിഞ്ഞു പോയി എന്നാണ് അവർ പറഞ്ഞത്. ഈ പണക്കാരെ കാണുമ്പോൾ ഇപ്പോൾ അവർക്ക് ഒരു തരത്തിൽ ദേഷ്യമില്ല, പകരം എനിക്കിത് സാധിക്കും എന്ന ചിന്തയാണ് അവരുടെ മനസ്സിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ ബ്ലോക്കുകൾ മാറിയതോടുകൂടി പലരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒരുപാട് പണം വരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യരുത്? വിട്ടുകൊടുക്കരുത്. എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള ശത്രുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജയിക്കാൻ എളുപ്പമാണ്. ഉറപ്പായി നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഞാനൊരു പണക്കാരനാണ്, ഞാൻ ഒരുപാട് ആൾക്കാരെ സഹായിക്കും, ഞാനൊരു സ്നേഹമുള്ള വ്യക്തിയാണ്. നാളത്തെ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ കാണണം. കാരണം നാളെ നമ്മൾ ഒരു കടുത്ത വ്രതം എടുക്കാൻ പോവുകയാണ്. വ്രതം എന്ന് പറയുമ്പം ഭക്ഷണവ്രതമല്ല കേട്ടോ, വാക്ക് വ്രതം. 24 മണിക്കൂർ നെഗറ്റീവ് പറയാതിരുന്നാൽ എന്ത് സംഭവിക്കും? നാളെ നമുക്ക് വീണ്ടും കാണാം. ഉറപ്പായിട്ടും വീഡിയോ ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.